പ്രിയമുള്ളവർ, ഏവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം നാറാണത്ത് ഭ്രാന്തിനെക്കുറിച്ചാണ്. പന്തിരുകുലത്തിലെ ഒരു പുത്രനാണ് നാറാണത്ത് ഭ്രാൻ. എന്നാൽ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു അപഹാസ്യമായിട്ട് തോന്നും. ഭ്രാന്തൻ എന്നുള്ള ഇതും അദ്ദേഹത്തെ അങ്ങനെ നിന്ദ്യമായിട്ടാണ് എല്ലാ രേഖകളിലും കാണിച്ചിരിക്കുന്നത്. വാസ്തവത്തിൽ ഭ്രാന്ത് അദ്ദേഹത്തിനായിരുന്നില്ല, ജനത്തിനായിരുന്നു ഭ്രാന്ത്. അത് നമുക്ക് തുടർന്നുള്ള അദ്ദേഹത്തിൻ്റെ കഥയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഒന്നുകൂടി പറയാം, ഈ ലോകത്ത് ഭ്രാന്തില്ലാത്തവരാരാ ഉള്ളത്? സർവ്വ മനുഷ്യർക്കും ഭ്രാന്തുണ്ട്, ഓരോ വിധത്തിലാണെന്ന് മാത്രം. ചിലർക്ക് പണത്തോടായിരിക്കും, മത്ത് പിടിച്ചെങ്കിൽ ഭ്രാന്തനായിട്ട് പണം സമ്പാദിക്കണമെന്ന് മാത്രമേ അവർക്കുണ്ടാവുള്ളൂ. വേറെ ചിലർക്ക് കലാരംഗത്ത് ശോഭിക്കണമെന്നായിരിക്കും. അവരെല്ലാം മറന്ന് കുടുംബം, വീടും ജോലിയൊക്കെ ഇട്ടിട്ട് പോകും. ഉന്നതമായ പദവിയിൽ നിന്ന് ജോലി വലിച്ചെറിഞ്ഞിട്ട് സിനിമാ താരങ്ങളാവാൻ പോയിട്ട് ഒന്നും ആവാണ്ടെത്തിയവരുണ്ട്, അതിൽ നിന്ന് ഉയർന്നു വന്നവരുണ്ട്. അങ്ങനെ ചിലർ. വേറെ ചിലർക്ക് ആധ്യാത്മികമായ ചിന്താഗതിയായിരിക്കും. ആധ്യാത്മികമായ ചിന്താഗതി എന്ന് പറയുമ്പോൾ ഞാൻ സന്യാസ ജീവിതമല്ല പറയുന്നത്, അല്ലാണ്ട് തന്നെ ചിലർക്ക് അതിനോട് മാത്രമായിരിക്കും ഭ്രമം. അങ്ങനെ എല്ലാത്തിനും. ചിലർക്ക് ചിത്രരചനയോടായിരിക്കും. അങ്ങനെ ഓരോ ആൾക്കാർക്കും ഓരോന്നിനോട് ഒരു ഭ്രമം ഉണ്ട്. അതാണ് ഭ്രാന്ത് എന്ന് പറയും. ഈ സമൂഹത്തിൽ ഭ്രാന്ത് എന്ന് പറയുമ്പോൾ അത് തന്നെ എല്ലാത്തിനും ഓരോരുത്തർക്കും ഉണ്ടത്. ഈ നാറാണത്ത് ഭ്രാന്തൻ്റെ ശരിക്കും അദ്ദേഹത്തിന് അങ്ങനെ നാറാണത്ത് എന്ന് ഒരു അപഹാസ്യമായിട്ട് പറയുകയായിരുന്നു, ഒരു നിന്ദ്യയായിട്ടാണ് അത്. നാറുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വസ്ത്ര രീതിയിൽ വേഷവിധാനങ്ങളൊക്കെ കണ്ടിട്ടായിരിക്കും താടിയും തലയൊക്കെ നീട്ടി കീറിപ്പറഞ്ഞ മുണ്ടുകൊടുത്ത് മുഷിഞ്ഞ് ഇങ്ങനെ നടക്കുമ്പോൾ അതുകൊണ്ടായിരിക്കും അദ്ദേഹത്തെ നാറാണത്ത് ഭ്രാന്തെന്ന് എല്ലാവരും പറഞ്ഞിരുന്നത്. എന്തായാലും നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം. ഇദ്ദേഹത്തിൻ്റെ പ്രധാനമായ ഹോബി കല്ലുരുട്ടി കയറ്റലാണ്. അതായത് ഒരു മലയുടെ മുകളിലേക്ക് അല്ലെങ്കിൽ ഒരു കുന്നിൻ്റെ മുകളിലേക്ക് വലിയ കല്ല് തന്നെത്താനെ ഉരുട്ടി കയറ്റും. മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ കല്ലിനെ താഴേക്ക് തള്ളിയിടും. അത് അദ്ദേഹത്തിൻ്റെ ഒരു ഹോബിയാണ്. പിന്നെയും ഇതുപോലെ കിട്ടും. അങ്ങനെ ഒരു ഉച്ച വരെ ആ ഒരു അധ്വാനം. അത് കഴിഞ്ഞാൽ അദ്ദേഹം ഭിക്ഷാടനത്തിനിറങ്ങും. അത് ഒരു പാത്രം കൊണ്ടുപോകും. ആ പാത്രത്തിൽ കിട്ടുന്ന അരി അത് കൊണ്ടുവന്ന് എവിടെ വെള്ളവും തീയും കാണുന്നോ അവിടെ വെച്ച് ആഹാരം കഴിക്കും. ആ വെള്ളം കുറച്ചെടുക്കും. പുഴയാണെങ്കിൽ പുഴ, കുളമാണെങ്കിൽ കുളം, കിണറാണെങ്കിൽ കിണർ. അങ്ങനെ ഇത്തിരി വെള്ളം എടുത്ത് ഈ കുറച്ച് കൊള്ളിയൊക്കെ എടുത്ത് അടുപ്പ് കൂട്ടി അവിടെ വച്ച് അരി പാകം ചെയ്യും. അത് വെന്ത് കഴിയുമ്പോൾ അവിടെ വെച്ച് തന്നെ കഴിക്കും, കഞ്ഞി കുടിക്കും, അവിടെ കിടന്നുറങ്ങും, വേറെ എങ്ങും പോയില്ല. അത് അദ്ദേഹത്തിൻ്റെ ശീലമായിരുന്നു. അത് ഇന്ന സ്ഥലമില്ല, എവിടെയായാലും. അപ്പോൾ ഇങ്ങനെ നടക്കുമ്പോൾ ചിലപ്പോൾ പെരുവഴിയിലായിരിക്കാം, ചിലപ്പോൾ പുഴയുടെ തീരത്താവാം, ചിലപ്പോൾ പാടത്തായിരിക്കാം. എവിടെയാണ് അദ്ദേഹത്തിന് സൗകര്യം കിട്ടണമെന്ന് വെച്ചാൽ അത് അങ്ങനെ വരും. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം ഇങ്ങനെ ഭിക്ഷാടനം കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ ഒരു ശ്മശാനമായിരുന്നു. അപ്പോൾ അല്പസമയം മുമ്പ്, അദ്ദേഹം ചെല്ലുന്നതിന് അല്പസമയം മുമ്പ് അവിടെ ഒരു ശവദാഹം നടന്നതാണ്. അപ്പോൾ ഇങ്ങനെ തീയാളി കത്തുന്നുണ്ട്. അവിടെ ചുറ്റും വിറകുകൊള്ളികളും പൂളുകളൊക്കെ കിടക്കുന്നുണ്ട്. പണ്ടൊക്കെ ഈ ശവം ദഹിപ്പിക്കുമ്പോൾ മരം മുറിക്കുക എന്ന് പറയും, മാവൊക്കെ വെട്ടിയിട്ട്. അപ്പോൾ അതവിടെ കൊത്തി കീറി അതിൻ്റെ പൂളുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ അവിടെ ചിന്തിച്ചത് കിടക്കണ്ടാവും. അതൊക്കെ എടുത്ത് ഒരു 3 കല്ലെടുത്ത് വെച്ച് തീ പൂട്ടി അവിടെ അതിൽ തന്നെ ആ പാത്രത്തിൽ തന്നെ ഇട്ട് കഴുകി അടുപ്പത്ത് വെച്ചു. അപ്പോൾ ഇങ്ങനെ വേവാനായിട്ട് നിന്നിട്ട് അദ്ദേഹം ഇങ്ങനെ ഓരോ കാര്യങ്ങളും മൂളിപ്പാട്ടും ബർബർ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ഈ കാലൊക്കെ ഇങ്ങനെ ഈ അടുപ്പിൻ്റെ ആ കല്ലിൻ്റെ മുകളിലിങ്ങനെ വെച്ച് ഈ ശ്മശാനത്തോട് ആ
ചിതയോട് ചേർന്ന് തന്നെ ഒരു ചൂടൊക്കെ കിട്ടും. ഒരു മഞ്ഞുകാലമായിരുന്നു. പൊതുവേ ഈ മന്ദിരോഗികൾക്ക് ഒന്നുണ്ട്, മന്ദിരോഗികൾ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, ഈ തണുപ്പ് വന്നാലും രാത്രി കാലങ്ങളിലും ഭയങ്കര ചൊറിച്ചിലായിരിക്കും അവർക്ക്. ചൊറിഞ്ഞ് അസഹ്യമായി ചൊറിച്ചിൽ ചിലർ. അപ്പോൾ അവർ പറയണ്ടോ ഭയങ്കര വിഷമമായിട്ട് പറഞ്ഞു, ഓ ഇങ്ങനെ ഉറങ്ങാൻ പറ്റില്ല, അത്രയും വിഷമമായിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിനൊരു ജാതി തൈലം പണ്ട് പോലെ ഉണ്ട്, അത് പെട്ടി കിടക്കും, അല്ലെങ്കിൽ ചൂട് കിട്ടിയാൽ മതി. അത് ഈ തൊലി എന്താണെന്ന് വെച്ചാൽ തണുപ്പ് വരുമ്പോൾ ചുക്കും വലിയും. ആ തൊലി വലിയുമ്പോഴാണ് ഇവരുടെ മന്ത് വന്നിട്ട് കാലൊക്കെ വല്ലാണ്ട് വീർത്തിരിക്കാണല്ലോ, അത് വലിയുമ്പോഴാണ് ഈ ചൊറിച്ചിൽ വന്നത്. അല്ലാണ്ട് വേറെ അത് അണുക്കളോ അസുഖങ്ങളൊന്നുമല്ല. ആ ചൊറിച്ചിൽ ഭയങ്കരമായിരിക്കുന്ന പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തിന് അതൊന്നുമില്ല, വേറെ സൗകര്യമൊന്നുമില്ല. അദ്ദേഹം എന്ത് ചെയ്യും, ഈ ചിതയുടെ ആ ഭാഗത്ത് കാലിങ്ങനെ കാണിച്ച് ആ കാലിൽ ഇങ്ങനെ ചൂട് കൊണ്ട്, അങ്ങനെ ചൂട് കൊള്ളുമ്പോൾ ഒരു സുഖം കിട്ടും. അങ്ങനെ നിൽക്കുമ്പോൾ ചൊറിച്ചിലൊക്കെ കുറയും. അങ്ങനെ ഇരിക്കുകയാണ്. അരി അടപ്പത്തിട്ട് വെന്ത് തുടങ്ങി. അപ്പോഴേക്കും തട്ടഹസിച്ചൊരു പരിവാരം അവിടേക്ക് കയറിയിരുന്നു. ദേവതമാർ, പ്രേതഭൂത പിശാചുക്കളെല്ലാം കാളി കൂടിയായിട്ട് ഭദ്രകാളിയുടെ കൂടെ ഇങ്ങനെ വരാണ്. അവരെ വന്നിങ്ങനെ തട്ടഹസിച്ച് വന്നു കഴിയുമ്പോൾ എന്താ, ഒരാളവിടെ ഇങ്ങനെ തൂങ്ങിയിരുന്ന് അടുപ്പിൻ്റെ അടുക്കിയിരിക്കും. ഉടനെ അവർക്കിത് വന്നില്ലേ, അവർക്കെന്തുണ്ട്, ഇത് കാണുമ്പോൾ മനുഷ്യരാരെയും കാണാൻ പാടില്ല, കണ്ടവരെ ഭയപ്പെടുത്തി ഓടിക്കും, എങ്ങനെയെങ്കിലും പേടിപ്പിച്ചവരെ. അങ്ങനെ വന്നപ്പോൾ ഈ ആളെ പിടിക്കുമ്പോൾ അവർക്ക് അവിടെ അവരുടെ വിഹാരഭൂമിയാണത്, ഒന്നിനും പറ്റാണ്ട്. ഉടനെ ഇയാളെ ഇവിടുന്ന് ഓടിച്ച് കളഞ്ഞിട്ട് പല വിധത്തിലുള്ള അവരളയും, ഒച്ചയെടുത്ത് നോക്കി, അലറി നോക്കി, ഭീകരമായ പലതും. അതൊക്കെ കണ്ട് അയാൾ കുലുങ്ങില്ല. പണ്ടേ ഒരു ചൊല്ലുണ്ടല്ലോ, പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങില്ല എന്ന്. അതേപോലെ അദ്ദേഹം മിണ്ടാണ്ട് അങ്ങനെ ഇരുന്നു. അപ്പോൾ അരി വേകുന്നതായപ്പോൾ എന്തായാലും അരി വെന്ത് കഴിയുമ്പോൾ അത് വാങ്ങി അതൊക്കെ പതുക്കെ ഇത് കഴിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും ഇത് വന്നപ്പോൾ ആ ദേവതകളുടെ രാജ്ഞി ഭദ്രകാളി തന്നിച്ച് പറഞ്ഞു, നിങ്ങൾ ഇവിടുന്ന് മാറിക്കിടന്നു പറഞ്ഞു. ഞാനെന്തിനു മാറണം? അത് കൂളായിട്ട് ചോദിച്ചു. ഇത് ഞങ്ങളുടെ ഭൂമിയാണ്, ഇത് ആരുടെ ഭൂമിയൊന്നുമല്ല, ഇത് ദൈവത്തിൻ്റെ ഭൂമിയാണ്. ഇവിടെ ആർക്കും എങ്ങനെ വേണമെങ്കിലും സ്വീകരിക്കാം. ഞങ്ങളിവിടെ ദിവസം വന്ന് നിർത്താടാറുള്ളതാണ്. അതിനെന്താ നിങ്ങൾ നിർത്താടിക്കോളൂ, ഞാൻ വേണ്ടാന്ന് പറഞ്ഞു, നിങ്ങൾ തടയാൻ വന്നോ? നിങ്ങൾ ഉപദ്രവിച്ചൊന്നുമില്ലല്ലോ, നിങ്ങളവിടെ നിർത്താൻ. അത് പറ്റില്ല, മനുഷ്യരാരും കാണാൻ പാടില്ല. ഞാൻ കാണുന്നില്ല, ഞാൻ അങ്ങോട്ട് നോക്കണില്ല, പോരെ. അതും വേണ്ട, ഞാൻ കണ്ണടച്ചിരിക്കാം, നിങ്ങൾ കളിച്ചോളൂ. എനിക്ക് നിങ്ങളെ നൃത്തമൊന്നും കാണണ്ട, എനിക്കതിനകത്തൊരു ഭ്രമമില്ല. നിങ്ങൾ കളിക്കുകയോ കൂത്താടോ എന്തെങ്കിലും ചെയ്തോളൂ. അത് പറഞ്ഞാൽ പറ്റില്ല, നിങ്ങൾ ഇവിടുന്ന് പോകണം. ഞാനെന്തായാലും പോകാൻ തീരുമാനിച്ചിട്ടില്ല, ഇതെൻ്റെ ഒരു ശീലമാണ്. ഞാനിങ്ങനെ ഭിക്ഷയൊക്കെ എടുത്ത് വരും, അപ്പോൾ കുറച്ച് അരിയൊക്കെ കിട്ടും, അത് കിട്ടിയാൽ വഴിയാ വെള്ളവും ഇതും കാണുന്നേ വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ വെച്ച് കഴിക്കും, അവിടെ തന്നെ കിടക്കും. ഇനി ഇവിടെ കിടക്കാനാണോ പോണേ? ഇത് കഴിഞ്ഞാൽ ഞാനിവിടെ കിടന്നേ ഉറങ്ങുള്ളൂ, ഞാൻ എങ്ങും പോവില്ല. അങ്ങനെ കുറേ ഇവർ നോക്കി. അദ്ദേഹം അവിടെ കൂളായിട്ടിരുന്ന് കഞ്ഞിയും കുടിച്ച്. അപ്പോൾ ഇങ്ങനെ അവർ വന്നിട്ടുണ്ടെന്നുള്ള ധാരണയില്ല അദ്ദേഹത്തിൻ്റെ ഇതുപോലെ. അപ്പോൾ ഈ ദേവതമാർക്കൊരിതുണ്ടത്, ആദ്യമൊക്കെ ഒന്ന് പേടിപ്പിക്കും, എന്നിട്ടും നിൽക്കണ്ട, അവർ പരാജയപ്പെടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയും, നിങ്ങൾക്കൊരു വരം തരാം. അങ്ങനെ ആ വരം കിട്ടിക്കഴിഞ്ഞാൽ അവർ പൊക്കോളും. ചില വരത്തിന് വേണ്ടിയിട്ടും അവിടെ തപസ്സനുഷ്ഠിക്കും, ഇവരെ നോക്കിയിരിക്കും, അതൊക്കെ ചെയ്യും വരം കിട്ടാൻ. അപ്പോൾ ഇദ്ദേഹം അങ്ങനെ കണ്ടു വല്ല വരത്തിന് ആയിരിക്കും എന്ന് വെച്ചപ്പോൾ, ശരി നിങ്ങൾക്ക് ഞാനൊരു വരം തരാം. നിങ്ങൾ എനിക്ക് നിങ്ങളുടെ വരമൊന്നും ആവശ്യമില്ല, നിങ്ങളുടെ വരം എനിക്കെന്തിനാ, ഞാനിങ്ങനെ ജീവിച്ചു പോകണം, ശസ്ത്രകാലം നിന്നാൽ അങ്ങനെ പൊക്കുപോകണം. അതല്ല, ഞങ്ങളൊരു വരം തരാം, എന്തെങ്കിലും നിങ്ങൾ സ്വീകരിച്ചേ പറ്റുമോ വരം, എന്താ ഇഷ്ടമുള്ളതിൽ ചോദിച്ചോളാന്നോ. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞില്ലേ അദ്ദേഹം. പിന്നെ അല്ല, നിങ്ങൾ അങ്ങനെ പറയുന്ന ഒഴിയരുത്, ഇത് ഞങ്ങൾ ദേവതമാരാണ്, ഞങ്ങളൊരു വരം കൊടുക്കുന്നത് സ്വീകരിക്കണം. അപ്പോൾ അദ്ദേഹം ആലോചിച്ചിട്ട് പറഞ്ഞു, അങ്ങനെ നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ഒരു കാര്യം ചെയ്തോളൂ, എൻ്റെ ആയുസ് ഒരു ദിവസം കൂട്ടിത്തരാമോ? അതൊന്നും പറ്റില്ല, അതൊക്കെ ദൈവഹിതമാണ്, വേണ്ട,
ഒരു ദിവസം കുറച്ച് തന്നാൽ മതി, അത് നിങ്ങളെ കൊണ്ടാവുമോ? അതും പറ്റില്ല. അതുപോലെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. എനിക്കിത് മാറ്റാൻ പറ്റില്ല. ഞാനിവിടെ അങ്ങനെ ശീലിച്ചു പോയത്. അത് എൻ്റെ ശീലമാണ് മാറ്റാൻ. അങ്ങനെയല്ല. പിന്നെ അവർ ക്ഷമ പോലെ പറഞ്ഞ എന്തെങ്കിലും നിങ്ങൾ വരം വാങ്ങിക്കുക, അങ്ങനെയാണ്. നിങ്ങളുടെ കഴിവുകളും ധൈര്യത്തെ ഞങ്ങൾ അംഗീകരിച്ചിരിക്കണം. നിങ്ങളിവിടെ ഇരിക്കുകയോ എന്തു വേണമെങ്കിലും ചെയ്തോളൂ, എന്നാലും ഞങ്ങൾ നിങ്ങളുടെ ആ കഴിവിനെയും ധൈര്യത്തിൽ ഒക്കെ കണ്ടിട്ട് ഞങ്ങൾ അഭിനന്ദിക്കുകയാണ്, ഞങ്ങൾക്കൊരു വരം വാങ്ങും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശരി, നിങ്ങൾ ഇത്ര ചോദിച്ച സ്ഥിതിക്ക് വരം വാങ്ങിക്കാം, ഒരു കാര്യം ചെയ്തോളൂ. അപ്പോൾ അദ്ദേഹത്തിന് ഇടത്തെ കാലിലാണ് മന്ത്. എൻ്റെ ഇടത്തെ കാലിലെ മന്ത് വലത്തെ കാലിലേക്കാക്കി തരും. അത് കേട്ടപ്പോൾ ദേവതമാർ പോലും ചിരിച്ചു പോയത്. ഇതെന്ത് ഭ്രാന്തടപ്പാ പറഞ്ഞു, ഇടത്തെ കാലിലെ മന്ത് വലത്തെ കാലി, അതിനെന്താ വ്യത്യാസം? അതൊന്നും പറ്റില്ല എന്നോ. എന്താ പിന്നെ എനിക്ക് നിങ്ങളുടെ വരവ് ആവശ്യമില്ല, നിങ്ങൾ പോവാം എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം അവിടെ തന്നെ നിന്ന് കഴിച്ചു കൂട്ടി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വേറെ കുറേ കഥകളുണ്ട്. അതിൽ നിന്ന് നമുക്ക്, ഞാൻ പറഞ്ഞില്ല, അദ്ദേഹം ഇവരുടെ ഈ പന്തീരുകുലത്തിൻ്റെ ഓരോരുത്തരുടെയും ജീവിതങ്ങൾ ഓരോ അനുഭവങ്ങളാണ്, ഗുണപാഠങ്ങളാണ്. അദ്ദേഹം ആ കല്ലുരുട്ടി കെട്ടുന്നത് വളരെയധികം മഹത്തായ ഒരു കാര്യമാണ്. കാരണം മനുഷ്യൻ വളരെയധികം കഷ്ടപ്പെട്ട് ത്യാഗങ്ങൾ സഹിച്ചാണ് അത്യുന്നതിയിലേക്ക് എത്തുന്നതും, എന്തെങ്കിലും ഞാൻ നേരത്തെ പണത്തിൻ്റെ പണം സമ്പാദിക്കുന്നതും ഉദ്യോഗത്തിൽ കയറുന്നതും പഠിപ്പിൽ അത്രയും കഷ്ടപ്പെട്ടാലും അത് തട്ടിക്കളയാൻ ഒരു നിമിഷം മതി. ഒറ്റ നിമിഷം കൊണ്ട് അത് തട്ടിക്കളഞ്ഞു. അപ്പോൾ അത്രയും കഷ്ടപ്പെട്ട് ഉന്നതി കൊണ്ടുപോയിട്ട് നിസ്സാരമായിട്ടുള്ള ഇതിൽ തട്ടിക്കളഞ്ഞു. അതാണ് അദ്ദേഹം ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കണത്. മറ്റൊന്ന്, ഇടത്തെ കാലിൽ മന്ത് വലത്തെ കാലിൽ സാധിക്കില്ല അത്. അപ്പോൾ അത് അദ്ദേഹത്തിന് ആവശ്യമില്ല. അപ്പോൾ ആവശ്യമുള്ളവരല്ലേ പറഞ്ഞു. അദ്ദേഹത്തിന് ആ മന്ത് മാറണമെന്നോ അതൊന്നും ഇല്ല. അദ്ദേഹത്തിന് അതുകൊണ്ട് പ്രശ്നമില്ല. അല്ലാത്തവർക്കല്ലേ പ്രശ്നമുള്ളൂ. മന്ത് വന്നു, ചൊറി വന്നു, ദേഹം വേണം, ഇദ്ദേഹത്തിന് അതൊന്നുമില്ല. അങ്ങനെ വരും, ചിലപ്പോൾ അസുഖങ്ങൾ വരും, ചിലപ്പോൾ മന്തി വരും, ചിലപ്പോൾ വേറെ വല്ല അസുഖങ്ങൾ വരും. മരിക്കേണ്ട സമയത്ത് മരിക്കും. അതാണ് അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എൻ്റെ ആയുസ് ഒന്ന് നീട്ടിത്ത. അതും പറ്റില്ല, എന്നാൽ കുറച്ച് ഈ രണ്ടും പറ്റില്ലെങ്കിൽ പിന്നെന്ത് വരാം. അപ്പോൾ അതൊന്നും അല്ല. അപ്പോൾ മനുഷ്യനെ ഇവിടെ വരുമ്പോൾ പല ത്യാഗങ്ങളും വളരെയധികം നഷ്ടങ്ങളൊക്കെ സഹിക്കേണ്ടി വരും. അതൊക്കെ സഹിച്ച് നമ്മൾ മുന്നേറുക. ആ മുന്നേറിക്കഴിഞ്ഞാലോ എല്ലാം തട്ടിത്തരിപ്പണമാക്കുക ഒരു നിമിഷം മതി. വേറൊന്നും വേണ്ട, ഒരഹങ്കാരം മതി. അഹങ്കാരം ആപത്തിൻ്റെ ലക്ഷണമാണ്. ആപത്ത് വരാൻ നേരത്തെ നമുക്ക് അഹങ്കാരം വരുള്ളൂ. നോക്കിക്കോളൂ, അഹങ്കരിച്ച എന്ന് പറഞ്ഞാൽ അതോടുകൂടി നമ്മൾ തീർന്നു. അതോടുകൂടി നമ്മളെല്ലാം അഹങ്കരിച്ച് അതിൽ തന്നെ മത്തനായി നമുക്കതുവരെ കെട്ടിപ്പടുക്കിയ സാമ്രാജ്യങ്ങളെല്ലാം തരിപ്പണമായി നമ്മളൊന്നുമില്ലാണ്ടാവും. മൗനം വേണമെന്ന് പറയും, മൗനം ഉണ്ടെങ്കിലേ മാന്യനാവും. അതുപോലെ നമ്മളൊന്നും മിണ്ടാണ്ട് നമ്മളുടെ കാര്യങ്ങൾ നോക്കി മിതമായിട്ട് പോവുകയാണെങ്കിലോ അതങ്ങനെ അങ്ങോട്ട് പോകാൻ പറ്റും. ഇതൊക്കെയാണ് ഈ നാരായണത്ത് ഭ്രാന്തൻ്റെ ഇതിന്ന്. അദ്ദേഹത്തിൻ്റെ വേറെയും ഒരുപാട് അനുഭവങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് ഇതുണ്ട്. ഇനി നമുക്ക് വേറൊരു ദിവസം വേറൊരു എപ്പിസോഡ് ഇടാം. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാക്കുന്നു. ഇത് കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്തേ.